ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഷവർമ മക്രോണി റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിന്നറിനൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ഐറ്റംസാണ്. പാർട്ടിക്കാണെങ്കിലും ഡിന്നറിനാണെങ്കിലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മയോണൈസും ചിക്കനും വെജിറ്റബിൾസും എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം മാത്രം നമുക്ക് മക്രോണി വേവിച്ചെടുത്താൽ മതി. എന്നാൽ ചൂടോടെ ആ മക്രോണിക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് തൈരും ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് കക്കരി, ഒരു 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം, ഒരു ചെറിയ തക്കാളി, ഒരു 1/2 കപ്പ് വലിയ ഉള്ളി, ഒരു 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ച് അതിൻ്റെ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, 3 അല്ലി വെളുത്തുള്ളി, ഉപ്പ് ആവശ്യത്തിന്, ഇതെല്ലാം നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ടൈറ്റാകുന്നവരെ നരച്ചെടുക്കാം. ഈ ലോ സ്പീഡിലിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ ഒന്ന് അരക്കാം. ഇതിങ്ങനെ ഒരുപാട് പ്രാവശ്യം ബാക്ക് ബട്ടൺ അമർത്തി പൾസ് നിൽക്കി ഉണ്ടാക്കി ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 6 കപ്പ് മക്രോണി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. 6 കപ്പ് മക്രോണി വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണിത്. ഇതിപ്പോൾ ഞാൻ തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റുന്നില്ല. ഇതിപ്പോൾ ഷവർമ മക്രോണിക്ക് നമ്മൾ അടുപ്പത്ത് പിന്നീട് വെക്കുന്നില്ല. അതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റുന്നില്ല. ഇനി വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റിയാലും കുഴപ്പമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അതല്ല ഇതുപോലെ എല്ലാം കൂടെ ബൗളിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതിയാവും. വേവിച്ച് ഊറ്റിയിട്ടുള്ള മക്രോണി ഒരു വലിയ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ബൗളിലേക്ക്. ഇനി ഇതിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മക്രോണി ചൂടോടെയാണ്. നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. ഈ മയോണൈസ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് സോസും കൂടെ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ പച്ചക്കറി കട്ട് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ചെറുനാരങ്ങ നീരും മിക്സ് ചെയ്ത് വെച്ചാൽ ഏറ്റവും നന്നായിരിക്കും. അത് ഞാൻ വിട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ മിക്സ് ചെയ്തിട്ട് മക്രോണിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഷവർമ മക്രോണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതാണ്.